ഹലോ ഗൈസ്, കാലാവസ്ഥകളെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ നല്ല മഴയായിരുന്നെങ്കിൽ ഇന്ന് നല്ല വെയിലാണ്. അത് കണ്ടിട്ട് ഞാൻ എതിർക്കൊട്ടിനെ ഒരു കുട്ടി ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങി. എന്താണെന്ന് അറിയാമേ, ട്രാമിന്റെ അകത്ത് കയറി ഈ കാണുന്നൊരു സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ എന്റെ മോനൊരു സമാധാനം വരില്ല. നോ എന്ന് പറഞ്ഞ പ്രതിഷേധം അവനീ കാണിക്കുന്നേ. വൈദവൈ, ഞങ്ങൾ രണ്ടും മാത്രമല്ല, എന്റെ കൂടെ ഇന്ന് ജോമോളും കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ വക ഒരു തണ്ടൽ ഷോപ്പിങ്ങിനൊക്കെ ഒരുമിച്ച് എപ്പോഴും പോകാറുണ്ട്. സോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രാക്കേഴ്സ് മൗണ്ടിലാണ്. ബേസിക്കലി ഒരു മുട്ടക്കുന്ന്. അതാ നോക്കുക, ദൂരെ നല്ലൊരു സ്പ്രിംഗ് വൈബ് തന്ന ഒത്തൊരു മരം നിപ്പുണ്ടായിരുന്നു. സോ എന്റെ ഫ്രണ്ടിൽ നിന്ന് ആദ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാം. അതാണല്ലോ എന്റെ രീതി. അങ്ങനെ ആ വക കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ക്രാക്കേഴ്സ് മൗണ്ടിന്റെ മുകളിലോട്ട് പോകുന്നത്. നമ്മൾ ആ ഫോട്ടോസും വീഡിയോസും എടുത്തത് അതിന്റെ താഴത്തെ ഒരു പോർഷൻ ആയിരുന്നു. ഇതാ നോക്കൂ, ആ കാണുന്നതാണ് ക്രാക്കേഴ്സ് മൗണ്ട്. ഇവിടെ വന്നാൽ നമുക്ക് ക്രാക്കോടെ ഒരു പോർഷൻ നന്നായിട്ട് കാണാം. അങ്ങ് ദൂരെ വാവൽ കാസിലൊക്കെ. ഞങ്ങൾ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ പൊന്നുമോൻ റിവേഴ്സ് ഗിയറിൽ താഴോട്ട് പോകുമായിരുന്നു. അവനെ തന്നെ എന്റർടൈൻ ചെയ്ത് വെക്കാനുള്ള എല്ലാ വഴികളും അറിയാം. എന്തായാലേ അപ്പൊ നമ്മൾക്ക് ഇതിന്റെ മുകളിലൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല, കാരണം എതിർക്കൊട്ടന്റെ സ്ട്രോളർ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സ്പോട്ട് നോക്കി ഞങ്ങൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ അങ്ങായിരുന്നു. പിന്നെ എതിർക്കൊട്ടന്റെ ഒക്കെ ഡാൻസ്, പാട്ട്, അവന്റെ ബഹളം, പിന്നെ അവന്റെ എനർജി ഫുഡായ സ്ട്രോബെറി ഒക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പതിയെ വീട്ടിലോട്ട് വിട്ടു. കാരണം ഇനി ഈവനിങ് ടൈം ആയ അവിടെ നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് കാണും. അങ്ങനെ നല്ലൊരു ദിവസം അടിച്ചു പൊളിച്ച് തിരിച്ച് വീടെത്തി പുറത്തോട്ട് നോക്കിയപ്പോൾ ഉള്ള വിണ്ടെന്നുള്ള കാഴ്ചയായിരുന്നു. ആകാശമൊക്കെ ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ നാളെ കാണാം. ബൈ ബൈ.